പെരിനാട് ആലമ്മൂട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 141ാമത് വാർഷികാഘോഷവും അനുമോദനവും നടന്നു. വാർഷികാഘോഷം എം മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പെരിനാട് പണയിൽ സ്കൂളിന്റെ 141ാമത് വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. എം മുകേഷ് MLA വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എത്രയോ വിദ്യാർത്ഥിനികൾ അവർ തന്നെ വീണ്ടും അധ്യാപകരായി വന്നതാണ്. അങ്ങനെ എന്തെല്ലാം മധുരിക്കുന്ന ഓർമ്മകളും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ പണയിൽ സ്കൂൾ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇപ്പോഴും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സ്കൂളാണ്. എട്ടര കൊല്ലം മുമ്പ് ഈ ഗവൺമെന്റിലെ കഴിഞ്ഞ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. തുടക്കത്തിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്, നമ്മുടെ സ്കൂളുകൾ ഇങ്ങനെ ആയാൽ പോരാ, ഗവൺമെന്റ് സ്കൂളുകൾ അതിന് കൂടുതൽ ശ്രദ്ധയും എങ്ങനെയെല്ലാം കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാം, ഏതൊക്കെ തരത്തിൽ ലോകോത്തരമായ ഏത് മത്സരത്തിലും വികസിത രാജ്യങ്ങളിലുള്ള കുട്ടികളുമായിട്ട് മാറ്റിവെക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോകാൻ പാടില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും, ആ തരത്തിൽ ഹൈടെക് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ വേണമായിരുന്നു. പക്ഷേ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും, കാര്യം മലയാളിയുടെ മനസ്സിൽ ഏറ്റവും പ്രഥമ സ്ഥാനം എപ്പോഴും വിദ്യാഭ്യാസത്തിനായിരിക്കും. മറ്റുള്ള ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല മലയാളികൾ, കേരളത്തിലെ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ വിദ്യാഭ്യാസത്തിനാണ്. കുട്ടിക്ക് നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതിന് മുണ്ട് മുറുക്കി കൊടുത്താൽ LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പുരോഗതികളാണ് ഉണ്ടായിട്ടുള്ളതെന്നും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്ലാസ് റൂമുകളാണ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളതെന്നും എം മുകേഷ് MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം B ജയന്തി അധ്യക്ഷയായിരുന്നു. പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K രാജശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി. വയനാട് വെള്ളാർമല ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. KPSC ലീലാകൃഷ്ണൻ സർഗ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ബിജു, പ്രഥമാധ്യാപിക ബിന്ദു, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല, പഞ്ചായത്ത് അംഗം ഷാജി, സംഗീത സംവിധായകൻ സുരേഷ് പെരിനാട്, SMC ചെയർമാൻ രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.